പ്രണയിച്ച് വിവാഹം കഴിച്ച യുവദമ്പതികൾ, അതിലൊരാളുടെ ബർത്ത്ഡേ ആണ്. അവർ അച്ഛനും അമ്മേനൊക്കെ വെറുപ്പിച്ച് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. അപ്പോൾ അതിൽ ഈ യുവദമ്പതികൾ ഒരാളുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഇവർ പുറത്തെല്ലാം പോയി ആഘോഷിച്ച് കേക്കെല്ലാം മുറിച്ച് ഒരു പാട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. ഈ ആക്സിഡൻറ്റിന് ശേഷം പിറ്റേ ദിവസം അവർ നോക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവർക്ക് കണ്ണാടിയിൽ കാണുന്ന അവരുടെ ഫേസ് അല്ല. എന്താണ് ഇതിന് പുറകിലുള്ള മാജിക് എന്നറിയാതെ അവർ ഉഴറുകയാണ്. കാരണം കണ്ണാടിയിൽ നോക്കുമ്പോൾ അവർ കാണുന്ന അവരുടെ ഫേസ് അല്ല, വേറെ ഏതോ ആൾക്കാർ. അവർക്ക് പരസ്പരം മനസ്സിലാവുന്നില്ല, ഇത് ആരെയാണ് കാണുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവരാകെ പേടിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവരെന്ത് ചെയ്തു, ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഡോക്ടർ ആദ്യം കളിയാക്കി, അതൊക്കെ നിങ്ങൾ തോന്നലാണ് ആക്സിഡൻറ്റിൻ്റെ ഭയത്തിൽ. കാരണം ആക്സിഡൻറ്റ് നടന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു ശ്മശാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ശ്മശാനത്തിലൊക്കെ പോയല്ലോ, അതിൻ്റെയൊക്കെ പേടിയിൽ നിങ്ങൾ തോന്നുന്ന ഒരു ഹാലുസിനേഷൻ ആണെന്നെല്ലാം പറഞ്ഞ് ഡോക്ടർ ഇവരെ കളിയാക്കുന്നു. പക്ഷേ ഡോക്ടറും കണ്ണാടിയിൽ നോക്കുമ്പോൾ വേറെ ഫേസ് കാണും. അതായത് ഇവരുടെ ഫേസ് നോക്കുമ്പോൾ വേറെ ആളെ കാണുന്നു. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന് ഈ ഒരു നായകനും നായികയും ചേർന്ന് നടത്തുന്ന അന്വേഷണമാണ് ഞാനിപ്പോൾ മൂവി സജഷൻസിൻ്റെ എപ്പിസോഡ് 12 നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്ന സിനിമ എന്ന് പറയുന്നത്. വെൽക്കം ടു എഡ്ജ് ഓൺലൈൻ. എല്ലാവർക്കും, എല്ലാ സിനിമ പ്രേമികൾക്കും സ്വാഗതം. തെലുഗു യുവതാരം സന്ദീപ് കിഷനും അന്യ സിംഗും നായകന്മാരായി 2019 കാർത്തിക് രാജു സംവിധാനം ചെയ്ത സൂപ്പർ നാഷണൽ ത്രില്ലർ മൂവിയായിട്ടുള്ള ആ സിനിമയുടെ പേര് ചില പ്രൊണൗൺസിയേഷനൊക്കെ പറയുമ്പോൾ ചില മാറ്റങ്ങളുണ്ടാവും. തെലുഗു മൂവിയാണ്. നീനു വീഡനി നീഡനു നേനെ. എനിക്ക് ഒന്ന് കറക്റ്റാണോ എന്ന് അറിയില്ല ഞാൻ പറഞ്ഞ പ്രൊണൗൺസിയേഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്നെ വിട്ടുപോകാത്ത നിഴലാണ് ഞാൻ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു മൂവിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് സജസ്റ്റ് ചെയ്യുന്നത്. പ്രൈമിലുണ്ട് കേട്ടോ. പ്രൈമിൽ പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, തെലുഗിലാണുള്ളത്. ഞാൻ അതിന് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ചാണ് പടം കണ്ടത്. പിന്നെ ഇത് തമിഴിൽ കണ്ണാടി എന്ന പേരിൽ റിലീസ് ചെയ്യാൻ അതിനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ പടം തമിഴിൽ റിലീസായിട്ടില്ല. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ, അതല്ല എങ്കിൽ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ കണ്ണാടി എന്ന പേരിൽ പോസ്റ്ററൊക്കെ കാണുന്നുണ്ട്. പക്ഷേ പടം അവൈലബിൾ അല്ല. സാധാരണ ഹൊറർ സിനിമയിൽ കാണുന്ന പേടിപ്പിക്കൽ രംഗങ്ങൾക്ക് പകരം പ്രേക്ഷകരെ ചിന്തിപ്പിക്കാൻ വിടുന്ന നിഗൂഢ ചിന്തകളിലൂടെയൊക്കെ പ്രേക്ഷകരെ സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്ര ഘടനയാണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ഘട്ടത്തിൽ എനിക്കൊരു മലയാള സിനിമയായിട്ട് ചെറിയൊരു താരതമ്യം തോന്നി. അത് ഏതാണ് സിനിമ, മലയാള സിനിമ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ പറയുക, ആ സിനിമയുടെ പേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിനിമയുടെ കഥ ഊഹിക്കാൻ വേണ്ടി സാധിക്കും. മലയാളത്തിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെയൊക്കെ റിലീസായിട്ടുള്ള സിനിമ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സിനിമയാണത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പോകുന്നില്ല. കാരണം എന്താണ്, പിന്നെ അത് നിങ്ങൾക്ക് ആ സിനിമയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ട്വിസ്റ്റും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും പ്രൈമിൽ ഈ ഒരു മൂവി അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ചെറിയൊരു കുഴപ്പമുള്ളൂ. തെലുങ്കിലാണ്, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ച് കാണേണ്ടി വരും. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. ഇനിയിപ്പോൾ നിങ്ങൾ പടം ഓൾറെഡി കണ്ട ആൾക്കാരാണെങ്കിലും താഴെ അഭിപ്രായം രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ മറ്റൊരു മൂവി സജഷൻസ് എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും ബൈ, സീ യു, താങ്ക് യു വെരി മച്ച്.